ഉപയോഗിക്കുന്ന അക്ഷരമാലയുടെ പേരെന്ത്? പേന താഴ്ത്തിക്കുക. സ്വരം എന്നെഴുതിയവർക്ക് കൈവക്കാം. സ്വരം എന്നെഴുതിയവർക്ക് കൈവക്കാം. റെഡി ആയിക്കോ. താളവാദ്യങ്ങളിൽ വായിക്കുന്ന അക്ഷരങ്ങൾക്ക് പറയുന്ന പേരെന്ത്? താളവാദ്യങ്ങളിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾക്ക് പറയുന്ന പേരെന്ത്? പേന താഴ്ത്തി വയ്ക്കുക. ചൊല്ല് എന്ന് എഴുതിയവർക്ക് കൈവക്കാം. അടുത്ത ചോദ്യം, ഏതാനും ചൊല്ലുകൾ എഴുതുക. ഏതാനും ചൊല്ലുകൾ എഴുതുക. അല്ലെങ്കിൽ താളത്തിന്റെ അക്ഷരമാലയിൽ ഏതാനും ചിലതെല്ലാം പഠിച്ചോളൂ, അത് എഴുതുക. ഏതാനും ചൊല്ലുകൾ എഴുതുക. എഴുതിയല്ല? ശരി, പേന എഴുതിക്കുക. തത്തിദ്വംനെന്നോ താതിയെന്നോ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? സരിഗമയെന്നൊന്നും എഴുതിയാൽ കൊടുക്കരുത്. മതി. എഴുതിയല്ലോ. ചൊൽക്കെട്ടുകൾ ചൊല്ലി നമ്മൾ പഠിച്ചല്ലോ. അത് നമ്മൾ ഇപ്പോൾ പഠിച്ച ആ താളത്തിന്റെ പേരെന്ത്? നമ്മളിപ്പോൾ ചൊൽക്കെട്ട് പഠിച്ച ആ താളത്തിന്റെ പേരെന്ത്? 2 പേരുണ്ട്, ഏതെഴുതിയാലും മാർക്ക് കിട്ടും. പേന താഴ്ത്തി വയ്ക്കുക. ആദിതാളം എന്ന് എഴുതിയവർക്ക് കൈവക്കാം. അല്ലെങ്കിൽ ചതുരശ്രജാതി ത്രിപുടതാളം എന്ന് എഴുതിയവർക്ക് കൈവക്കാം. ചതുരശ്ര ജാതി എന്ന് എഴുതിയാലും കൊടുത്താല്, ത്രിപുട എന്ന് എഴുതിയാലും കൊടുത്താല്.